ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു മൂവി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മൂവിയുടെ പേരാണ് നൈറ്റ് അറ്റ് ദ മ്യൂസിയം. ഇത് കഴിഞ്ഞിട്ട് പാർട്ട് 2ഉം 3ഉം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന പാർട്ട് 1 ആണ്. ഇതിൻ്റെ അകത്ത് പറയുന്ന കഥ എന്ന് പറയുമ്പോൾ, രാത്രിയാകുമ്പോൾ മ്യൂസിയത്തിന് എല്ലാത്തിനെയും ജീവൻ വന്നതാണ്. അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. ഇത് ഭയങ്കര കോമഡി പടമാണ്. ത്രില്ലിങ്. ഫസ്റ്റ് തന്നെ കാണിക്കുന്ന ഒരു മ്യൂസിയമാണ്. അപ്പോൾ അവിടെ കുറേ മെഴുകുപ്രതിമയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ മ്യൂസിയമാണ് പ്രധാന ഹൈലൈറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ പ്രധാന കഥാപാത്രമായ ലാറി വീട്ടിലേക്ക് വന്നിട്ട് ഇന്നത്തെ എൻ്റെ ജോലിയും പോയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അളിയൻ അങ്ങോട്ട് വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ജോലിക്ക് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാറി എല്ലാ ജോലിക്കും പോവും. അപ്പോൾ കുറേ ജോലിക്ക് ഇങ്ങനെ പോവും, ഒരു ജോലിയും സെറ്റ് ആവാത്തതുകൊണ്ട് ഇങ്ങനെ മാറിപ്പോവുക ചെയ്യുന്നത്. അപ്പോൾ അവർ കുറേ നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് അവള അപ്പോൾ അവൻ്റെ മോൻ അങ്ങോട്ട് വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സ്കൂളിലത്തെ എന്താ നടന്നതെന്നൊക്കെ. അപ്പോൾ അവൻ സ്കേറ്റിങ്ങിൽ ചെയ്യാൻ പോവുക. അപ്പോൾ ഐസ് സ്കേറ്റിങ്ങാണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നല്ല കോൺഫിഡൻസൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ലാരി. അപ്പോൾ ലാരി മോൻ്റെ അടുത്ത് ചോദിക്കുക, നമ്മൾ വീട് വിട്ട് പോകുന്നതിന് വല്ല കുഴപ്പമുണ്ടോയെന്ന് ലാറി മോൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ മോൻ പറയുക, ഈ സ്കൂളിൽ എനിക്ക് നല്ല ഫ്രണ്ട്സൊക്കെ കിട്ടി. ഇനി ഇവിടെ നിന്നും മാറിയാൽ എനിക്ക് അങ്ങനെ പറ്റില്ല. എല്ലാ സ്കൂളിലും ഇങ്ങനെ മാറിപ്പോയാൽ അച്ഛനെ പോലെ എപ്പോഴും ജോലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ മതി എന്ന് പറയുമ്പോൾ, എന്നാൽ ശരി നമ്മൾ പോകുന്നില്ല എന്ന് ലാറിയും പറഞ്ഞു. എന്നിട്ട് ലാറി ഏതെങ്കിലും ജോലി കിട്ടാൻ വേണ്ടി ഒരാളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ആൾ പറയുക, ഇങ്ങനെയാണെങ്കിൽ ഒരു മ്യൂസിയം ഉണ്ട്, അങ്ങോട്ട് പോയി ഇത് കാണിച്ചാൽ മതി എന്ന് പറയുമ്പോൾ, അവിടെ ഒരു ആളിൻ്റെ അടുത്ത് ഈ ലെറ്റർ കാണിക്കുമ്പോൾ, ഓക്കെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോവുക. അപ്പോൾ അവിടെ ഒരു പ്രതിമ കണ്ടിട്ട്, ഇത് അമേരിക്കയുടെ 66th പ്രസിഡൻ്റ് അല്ലേന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഈ മ്യൂസിയം ഉണ്ടാക്കിയ ആൾ വരികയും എന്നിട്ട് ഈ സാധനത്തിന് ഒരു പോറൽ പോലും പറ്റാതെ നീ സൂക്ഷിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ വേറെ ഓരോ സെക്യൂരിറ്റിമാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുക, നീ ഇവിടെ നൈറ്റിൽ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറയാം. അപ്പോൾ അവർ കുറേ നേരം പറഞ്ഞ് ഇവിടെ എന്തൊക്കെയാണ് ഉള്ള അതൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക നമ്മൾ ലാറിക്ക്. എന്നിട്ടില്ല അവർ ആ ഈസ്റ്റർ ഐലൻഡിൻ്റെ അടുത്തൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് അവർ തിരിച്ച് വന്നിട്ട് യൂണിഫോമൊക്കെ കൊടുത്തിട്ട് 5 മണിക്ക് തന്നെ വരാൻ പറയുക. അപ്പോൾ അവന് 5 മണിക്ക് തന്നെ യൂണിഫോമൊക്കെ ഉണ്ട് സെറ്റായിട്ട് പോവുക. എന്നിട്ട് താക്കോലും ടോർച്ചും പിന്നെ ഒരു യൂസർ മാനുവലും കൊടുക്കുക. ഇത് നോക്കി വല്ല ബുദ്ധിമുട്ട് വന്നാൽ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ മതിയെന്ന് പറയാം. പിന്നെ ഒരു സാധനം ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറയുക. അപ്പം ലാറിക്ക് കേട്ടിട്ടൊന്നും മനസ്സിലാവില്ല. അപ്പം അവർ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ ഒന്നും മിണ്ടാതെ പോയി കളയുക. അപ്പം രാത്രി അവൻ അവിടുത്തെ കസേരയിലൊക്കെ കയറിയിരുന്ന് അവിടെ ഒരു മൈക്ക് ഉണ്ടായിരുന്നു. ആ മൈക്കിൽ കൂടി പറയുമ്പോൾ മ്യൂസിയം മൊത്തം കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവൻ പല സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് അവൻ ഉറങ്ങിപ്പോയിട്ട് താഴ്ത്തു വീഴുമ്പോൾ പെട്ടെന്ന് അവൻ എണീറ്റ് സാധനങ്ങളൊക്കെ നേരക്ക് ഇരിക്കുക. അപ്പോൾ അവൻ നന്നായിട്ട് ടോയ്ലറ്റിൽ പോകുമ്പോൾ എന്തോ പന്തികേട് വന്ന് തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവിടുത്തെ ഡൈനോസറിനെ കാണുന്നില്ല. അവൻ അവിടെയൊക്കെ ഡൈനോസറിനെ വിളിച്ചിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റിമാരുണ്ടോയെന്ന് അറിയാൻ വേണ്ടി നോക്കണമുണ്ട്. അപ്പോൾ അവിടെ തോന്നുന്നതാണോ എന്നറിയാൻ തപ്പിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഇല്ല. അവൻ ടോർച്ച് അടിച്ച് ഒരു സൗണ്ട് കേൾക്കുന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവൻ ഞെട്ടിപ്പോവുക. അവിടുത്തെ ഡൈനോസർ ഒന്ന് വെള്ളം കുടിക്കുക. അവൻ്റെ ടോർച്ച് താഴെ വീഴുമ്പോഴേക്കും ഡൈനോസർ സൗണ്ട് കേട്ട് അവനെ ആക്രമിക്കാൻ വരിക. അവനപ്പം ജീവനും കൊണ്ട് ഓടുക.
ജീവനും കൊണ്ടുകൂടി പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ അവിടെ ലോക്കാണ്. അപ്പം അവൻ തന്നെ ടേബിളിൽ ഒളിച്ചിരുന്നിട്ട് അപ്പോൾ ഡൈനോസർ കാണുന്നില്ല. അപ്പോൾ സെക്യൂരിറ്റിമാനെ അവൻ വിളിച്ചിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഡൈനോസർ എന്നെ ആക്രമിക്കാൻ വരുവാന്നൊക്കെ പറയുമ്പോൾ അത് വലിയ കാര്യമൊന്നും ആക്കുന്നില്ല. എന്നിട്ട് യൂസർ മാനുവൽ തന്നല്ലേ അത് നോക്കാൻ പറഞ്ഞു. അപ്പം അവൻ പെട്ടെന്ന് നോക്കുന്നതിൻ്റെ ഇടയിൽ ആ ടേബിൾ മൊത്തം എടുത്ത് വലിച്ചെറിയുക. അപ്പോൾ ചോദ എല്ലെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലെടുത്ത് എറിയാനും അറിയുന്നത്. അപ്പോൾ ഡൈനോസറിൻ്റെ ഒരു എല്ല് താഴ്ത്തി വീഴുമ്പോൾ അത് അവനെടുത്ത് ദൂരേക്ക് എറിയുമ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡൈനോസറും പോകുന്നുണ്ട്. എന്നിട്ട് അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അത് മുമ്പിൽ വന്ന് വീണ്ടും എല്ലിട്ട് കൊടുക്കുക. അപ്പോൾ അവൻ മനസ്സിലാവും ഇത് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അവൻ എല്ലെടുത്ത് വീണ്ടും എറിയുമ്പോൾ അതെല്ലാം എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവൻ്റെ വാല് തട്ടി അവിടെ മറിഞ്ഞെടുക്കുമ്പോൾ അവിടുത്തെ എല്ലാ ജീവികളും പുറത്തേക്ക് ഇറങ്ങിയേക്കുക. അപ്പോൾ അവൻ എന്താ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ കാട്ടുവാസികൾ തീ ഉണ്ടാക്കാനൊക്കെ നോക്കുക. അപ്പോൾ പെട്ടെന്ന് ആ ഈസ്റ്റർ ഐലൻഡിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ബബിൾക്കം വേണമെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, പിന്നെ തരാമെന്ന് പറയും. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ അവനെ ആക്രമിക്കാൻ വരുമ്പോൾ അവൻ ജീവനും കൊണ്ട് ഓടുക. ലിഫ്റ്റിൻ്റെ അടുത്തെത്തി ഓണാക്കിയിട്ട് ഉള്ളിൽ കയറുമ്പോൾ അവനത് പിടിച്ച് വലിച്ച് തുറക്കാൻ നോക്കുമ്പോൾ അവൻ്റെ തല ഉള്ളിലായിപ്പോയി. അപ്പോൾ പെട്ടെന്ന് ലിഫ്റ്റ് പുറപ്പെടുമ്പോൾ അവൻ രക്ഷപ്പെട്ട് അവിടെ നിൽക്കുക. പിന്നെ അവൻ പോകുന്ന ഗ്രൗണ്ടിലേക്കല്ല, താഴത്തെ ഫ്ലോറിലേക്ക്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കണ്ടുവല്ലുമ്പോൾ അവിടെ പെണ്ണുകുട്ടിയുടെ ഫോട്ടോ ആണ്. അപ്പോൾ അവനെ വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഗ്ലാസ് ഉള്ളതുകൊണ്ട് മനസ്സിലാവില്ല. അപ്പോൾ അവളെന്താ പറയുന്നതെന്ന് അവന് ഒരു പിടുത്തവും കിട്ടാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ അറിയില്ലെങ്കിൽ പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ പെട്ടെന്ന് മറിഞ്ഞുകയും അപ്പോൾ ഒരാൾ ഒളിച്ചിരുന്നിട്ട് ഷൂ എന്ന് പറഞ്ഞിട്ട് തോക്കെടുത്ത് വെടിയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ യുദ്ധം തന്നെ നടക്കുക. അപ്പോൾ ലാറി അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോയിട്ട് ഓടി പുറത്തല്ല മ്യൂസിയത്തിൽ തന്നെ. അവിടെ ചെല്ലുമ്പോൾ സിംഹങ്ങളെ അടച്ചിട്ടില്ലെങ്കിൽ അത് നിന്നെ തിന്നുമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സിംഹമൊക്കെ ഉള്ളത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരാളിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അത് ആ ഭാഗത്തേക്ക് പോയി നോക്കാൻ പറയുമ്പോൾ അവിടെ മൊത്തം മൃഗങ്ങളും സിംഹങ്ങളെയും കാണും. പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ നമ്മുടെ മാമക്ക് വന്ന് അവനെ അതിൻ്റെ ഉള്ളിലേക്കാക്കുകയും അവന് അത് അടച്ചിടുകയും ചെയ്തു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, ഈ മാനുവൽ എടുത്തുകൊണ്ട് ഞാൻ പോയിക്കോളാം എന്ന് പറയും. അപ്പം അപ്പുറത്തെ ഡോറ് കാണുമ്പോൾ ആ വഴി എടുത്തുകൊണ്ട് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് എടുത്തിട്ട് ഓടി രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നിട്ട് അവൻ വാതിലടച്ച് അത് അടയ്ക്കാൻ നോക്കുമ്പോൾ താക്കോൽ കാണുന്നില്ല. അപ്പോഴത്തേക്കും മൃഗങ്ങളൊക്കെ അവിടെ പോയി അവിടുന്ന്. അപ്പോൾ യൂസർ മാനുവൽ എടുത്ത് നോക്കുമ്പോൾ നിൻ്റെ താക്കോൽ കുരങ്ങനെ അടിച്ചു മാറ്റിയെന്ന് പറയുമ്പോൾ അവിടെ കുരങ്ങൻ താക്കോലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഇണക്കി എങ്ങനെയെങ്കിലും തരാൻ നോക്കുക. അപ്പോൾ അത് പെട്ടെന്ന് താഴത്തേക്ക് വരെയും തരാൻ നോക്കുമ്പോൾ അത് ആങ്ങി മൂക്കി കടിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ എങ്ങനെയൊക്കെ അവിടുന്ന് താക്കോലും കൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ട് അവനെ അടിച്ചിട്ട് യൂസർ മാനുവൽ അപ്പോൾ എന്തോ മേത്തേക്ക് വീഴുമ്പോൾ അത് മൂത്രമൊഴിക്കുക. അപ്പോൾ കുറേ ചീത്തയൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ആ യൂസർ മാനുവലും തട്ടിക്കൊണ്ട് ആ കുരങ്ങൻ പോവുക. എന്നിട്ട് തരാൻ പറയുമ്പോൾ യൂസർ മാനുവൽ മൊത്തം കീറിക്കളയാം. അപ്പോൾ അവന് സിംഹം ഉള്ളതുകൊണ്ട് അകത്തേക്ക് കയറാനും പറ്റില്ല. എന്നിട്ട് അവൻ തിരിച്ചു പോവുകയും ചെയ്തു. ഒരു സ്ഥലത്തും ഇരിക്കുമ്പോൾ എന്തോ സാധനം അവൻ്റെ മുഖത്ത് അടിച്ചുകൊള്ളുന്നു. അവൻ നോക്കുമ്പോൾ ചെറിയ മനുഷ്യർ അവൻ്റെ മേത്തേക്ക് അമ്പടിച്ചു വിടുക. അപ്പം പെട്ടെന്ന് കൈയൊക്കെ വെച്ച് അടിക്കൊള്ളാതെ നോക്കുമ്പോൾ അവൻ്റെ കയ്യിലാവുക. കുറേ നേരം അതൊക്കെ മാറ്റുമ്പോൾ ചെറിയ മനുഷ്യർ അവിടെ നിന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. പോയി നോക്കുമ്പോൾ പെട്ടെന്ന് കുറേ പേര് അവൻ്റെ കാലിൽ ചെയ്യുമ്പോൾ അവന് എന്തൊക്കെയോ ചെയ്യാമെന്ന് നേരത്തെ മുമ്പ് തന്നെ അവനെ അവിടെ വീഴ്ത്തും. അപ്പോൾ ഒരാൾ വന്ന് ട്രെയിൻ റെഡിയാക്കാൻ പറയുക. അപ്പോൾ എല്ലാവരും വന്ന് അവൻ്റെ മേത്ത് കെട്ടൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അവന് അനങ്ങാൻ പറ്റില്ല. നീ എല്ലാ രാത്രിയും വന്ന് ഞങ്ങളെ പൂട്ടിയിടുക, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ കൊല്ലാൻ പോവാന്ന് അവിടെ വേറൊരാൾ പറയും. ട്രെയിൻ നേരെ ഇറങ്ങി അവൻ്റെ മുഖത്തടിക്കുകയും അവൻ നന്നായിട്ട് വേനെടുക്കുകയും ചെയ്തു.
അപ്പം അവൻ പെട്ടെന്ന് കയറൊക്കെ പൊട്ടിച്ചിട്ട് വരുക ഒരു രാക്ഷസനെ പോലെ. അപ്പം അവൻ പൊട്ടിച്ചടക്കുമ്പോൾ അവിടെ വേറെ ഒരു ചെറിയ പേരൊക്കെ ഞങ്ങൾ നിന്നെ കൊല്ലൂ എന്നൊക്കെ പറയുക. അപ്പോൾ അവിടെ വേറൊരാൾ വന്നിട്ട് പറയാ നീ ഇതിൻ്റെ അകത്ത് തലയിടണ്ട, ഞങ്ങൾ നോക്കോളാം എന്ന് പറയുമ്പോൾ അവർ തമ്മിൽ ശത്രുതയുണ്ടെന്ന് അവന് മനസ്സിലാക്കും. ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എന്നാൽ താങ്ക് യു എന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ മേത്തേക്ക് അമ്പൊക്കെ വേറെ ആൾക്കാർ അടിച്ചുവിടുക. അവനതിൽ നിന്ന് അങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പോകുമ്പോൾ അവിടെ ആരും അവൻ്റെ കയറാൻ പറയുമ്പോൾ അത് അമേരിക്കയുടെ പ്രസിഡൻ്റാണ്. അപ്പം നേരെ കുതിരപ്പുറത്ത് കയറി അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവനെ ഇറക്കും. അപ്പം ആ പ്രസിഡൻറ്റ് പറയുക ഞാൻ അമേരിക്കത്തെ 66th പ്രസിഡൻ്റാന്ന് പറയും. അപ്പം വേട്ടക്കായി പോകണമെന്ന് പറഞ്ഞിട്ട് പ്രസിഡൻറ്റ് പോകുമ്പോൾ ഇവിടെ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നോക്കുമ്പോൾ നീ എൻ്റെ കൂടെ വാ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ വരുമ്പോൾ അവിടെ ഒരു മമ്മി കിടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. കുറേ വർഷങ്ങളായി മമ്മി ശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും. മമ്മിയുടെ ബന്ധപ്പെട്ട് അവിടെ ഇരിക്കുന്ന സ്വർണ്ണക്കട്ടിയാണ് ഇന്നെല്ലാം കാണണമെന്ന് പറയുമ്പോൾ ആ സ്വർണ്ണക്കട്ടി കണ്ടുപിടിച്ച് ഇവിടെ വെച്ചപ്പം മുതൽ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറയും. നമ്മുടെ പ്രസിഡൻ്റ് അങ്ങനെ പറയുക. അപ്പോൾ പ്രസിഡൻ്റ് ഇത് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇനി നീ സ്വന്തം രക്ഷിച്ചോണം, ഞാൻ എപ്പോഴും ഇതുപോലെ രക്ഷിക്കാൻ വരില്ല എന്ന് നമ്മുടെ പ്രസിഡൻ്റ് പറഞ്ഞു. അപ്പോൾ ലാറി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുക. പ്രസിഡൻ്റ് പോയി അവിടെ നിന്ന്. അപ്പോൾ നമ്മുടെ ലാറി പുറകെയൊക്കെ പോവുക. എന്നിട്ട് സംസാരിച്ചൊക്കെ അവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഈ എല്ലാവരും അവരുടെ പ്ലേസിലിരിക്കണം നേരം വെളുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇവരെ എങ്ങാനും ഒരാൾ പുറത്തുണ്ടെങ്കിൽ അവർ മണ്ണായി പോകുമെന്ന് പറയുക. ഓക്കെ എന്ന് പറഞ്ഞ് സ്ഥലത്ത് കയറി സ്റ്റാച്ചു ആവാൻ വേണ്ടി നിൽക്കുമ്പോൾ അടുത്തേക്ക് വന്ന് ലാറി നോക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് പേടിപ്പിച്ചു നമ്മുടെ പ്രസിഡൻറ്റ്. അപ്പോൾ വെറുതെ പേടിച്ചാന്ന് പറയുമ്പോൾ ഇത് വല്ലാത്തൊരു പേടിപ്പിക്കലായിരുന്നു എന്ന് പറയുമ്പോൾ അത് പഴയ പോലെ വാളെടുത്ത് നിന്നിട്ട് എല്ലാവരും സ്റ്റാച്ചു ആയി. അപ്പം നമ്മുടെ ഇവരും എന്നുണ്ട്. എല്ലാവരും സ്റ്റാച്ചു ആയി കഴിയുമ്പോൾ ആ 3 സെക്യൂരിറ്റിമാർ വന്നിട്ട് അവനെയൊക്കെ തപ്പി നോക്കുമ്പോൾ ഒന്ന് പേടിപ്പിച്ചിട്ട് നിങ്ങൾക്കിത് അറിയാമെങ്കിൽ എന്നോട് പറയണ്ടായിരുന്നോ എന്ന് പറയുമ്പോൾ ആ ഒരു സെക്യൂരിറ്റി പറയാ ഞങ്ങളിത് പറഞ്ഞാൽ നീ വിശ്വസിക്കൂല, അതുകൊണ്ടാണ് പറയാതിരുന്നതെന്ന് പറയുക. ഞാൻ ഇന്നലെ ഓരോ സമയത്തും ചാവാൻ പോവായിരുന്നു, ഇനി എനിക്ക് ഈ ജോലി വേണ്ടാന്ന് ഇറങ്ങി പോവായിരുന്നു ലാറി. അപ്പോൾ അവൻ്റെ മോനും അളിയനും കൂടി വരുക. അപ്പോൾ ഉച്ചക്ക് പോകാൻ മടിയാണ്ട് ഞാൻ സ്കൂളിൽ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛൻ്റെ മ്യൂസിയം കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. അപ്പം അതിപ്പോൾ കണ്ട കുറച്ച് നാൾ കഴിയുമ്പോൾ കാണാമെന്ന് പറയാം. എന്തായാലും എന്നെക്കൊണ്ട് കാണിക്കണം എന്ന് പറയുക നമ്മുടെ ലാറി. ഓക്കെ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ മോൻ്റെ മുമ്പിൽ പിടിച്ചു വയ്ക്കാൻ വേണ്ടി ഇത് വേണമെന്ന് ഈ ജോലി വേണമെന്ന് മനസ്സിലാവുമ്പോൾ അകത്തേക്ക് കയറി ചെന്നിട്ട് ഞാൻ ഈ ജോലി കളഞ്ഞിട്ട് മുകളിലാന്ന് പറയുമ്പോൾ അതെന്തായാലും നന്നായെന്ന് നമ്മളെ സെക്യൂരിറ്റി പറയുക. അപ്പോൾ അവർ താക്കോലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും രാത്രി നീ 5 മണിക്ക് വരണമെന്ന് പറയുക. അപ്പോൾ പേപ്പറിൻ്റെ ഒരു കോപ്പിയും കൂടി ഉണ്ടോയെന്ന് നോക്കുമ്പോൾ ഇല്ല, അതൊന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇവൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കിയാൽ തന്നെ നിനക്ക് ഇതിൻ്റെ കൂടെ പിടിച്ചേക്കാൻ പറ്റുമെന്ന് പറയാം. അപ്പോൾ റബേക്ക ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറ്റി നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് സ്കൂളിൽ ട്രിപ്പ് വന്നേക്കുക. അപ്പോൾ ഒരു ഈ മ്യൂസിയത്തിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുരങ്ങനൊരു പാവമാണെന്ന് പറയുമ്പോൾ നമ്മളെ ലാറി പറയുക പിന്നെ കടി കിട്ടി എനിക്കല്ലേ അറിയാവുള്ളൂ എന്ന് പറയുക. അപ്പോൾ ആ ഗേളിനെയൊക്കെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വിളിക്കുകയും അപ്പോൾ എല്ലാ കാര്യങ്ങളെ പറ്റി ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഗേളിനെ പറ്റി ഞാൻ ഒരുപാട് അത് വഴികാട്ടിയാണ്, വഴി അറിയാത്തവർക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ലാറി ഇരുന്ന് ലൈബ്രറിയിൽ എല്ലാവരുടെയും പറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അവരുടെ അടുത്ത് ഒരാളില്ലേ, അവർക്ക് മന്ത്രശക്തിയൊക്കെ ഇഷ്ടമെന്ന് മനസ്സിലാവുകയും
ഓരോ സോഴ്സസിൽ നിന്നും അവൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഫ്ലെക്സി ഇല്ലേ, ആ ഡൈനോസർ, അവൻ്റെ ഒരു എല്ല് ഒടിച്ചെടുത്തിട്ട് റിമോട്ട് കാറിൽ വെക്കുകയും ജീവൻ വരുമ്പോൾ അത് അവൻ കൺട്രോൾ ചെയ്ത് ഓടിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മ്യൂസിയം മൊത്തം ചുറ്റി വരുന്ന രീതിയിലാണ് ആ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവൻ പോയി. ആ തീ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചെന്നിട്ട് ഈ ലൈറ്റർ ഉപയോഗിച്ച് തീ ഉണ്ടാക്കാൻ പറഞ്ഞ് അത് അവർക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ബബിൾക്കം ചോദിച്ച ഈസ്റ്റർ ഐലൻഡിന് വന്നിട്ട് വലിയൊരു കെട്ട് ബബിൾക്കം കൊടുത്ത്, പിന്നെ നമ്മുടെ അമ്പ് അടിച്ചിടുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ട് ഗ്ലാസ് അടച്ചു വെക്കും. അപ്പം ഗ്ലാസ് എന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അപ്പം അവിടുത്തെ വാതിൽ മൃഗങ്ങളുടെ അടയ്ക്കാൻ നോക്കുമ്പോൾ കുരങ്ങൻ പുറത്തിരിക്കുക. അവൻ ചാടി ഉള്ളിലേക്ക് കയറുമ്പോൾ അടയ്ക്കാൻ നോക്കുമ്പോൾ കീ കുരങ്ങനെടുത്തേക്കുക. അത് സാധാ കീയ, എൻ്റെ കയ്യിലെ റിയൽ കീ, അത് കുട്ടികൾ കളിക്കുന്ന കീയാന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് പോവുകയും ചെയ്തു. അപ്പം അതിന് സങ്കടമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ നേരെ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, ഞാൻ ഇന്ന് ഇവിടുത്തെ എല്ലാവരുടെ അടുത്തും ഉള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ വന്നേക്കുന്നതെന്ന് പറയുക. അപ്പം നീ എന്തിനാ പ്രസിഡൻ്റ് എന്തിനാ പെൺകുട്ടീനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ പ്രസിഡൻ്റ് പറയുക, എനിക്ക് ആ പെൺകുട്ടീനെ ഇഷ്ടമാണെന്ന് പറയാം. എന്നാൽ പോയി പറഞ്ഞുകൂടെയെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ധൈര്യമില്ല എന്ന് പറയും. ഈ പേടി കൊണ്ട് നടക്കുവാണെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് നമ്മുടെ ലാറി പറയുന്നു. അപ്പം രണ്ടും കൽപ്പിച്ച് പ്രസിഡൻ്റ് ഗേളിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒന്നും മിണ്ടാൻ പറ്റാതെ തിരിച്ചു വരും. അപ്പം മറ്റേ കൊല്ലാൻ പറ്റുന്ന ആൾക്കാരില്ലേ അവരൊക്കെ കൊല്ലാൻ വരുമ്പോൾ മന്ത്രവാദത്തിൽ വലിയ വിശ്വാസമല്ലേ, ഞാൻ ഒരു മന്ത്രവാദി എന്നൊക്കെ പറയുന്നിട്ട് ഓരോ ട്രിക്ക് മാജിക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും അവർക്ക് മാജിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അത് മൊത്തം ട്രിക്കായതുകൊണ്ട് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു മാജിക്ക് അവൻ പാളിപ്പോവുകയും അവർ എന്തോ ഉടായ്പാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഉടായ്പ മനസ്സിലാവുകയും എല്ലാവരും കൂടി ഓടാൻ ശ്രമിക്കുമ്പോൾ അവരെ പിടിച്ച് വലിച്ച് കീറാൻ പറയുകയും ചെയ്തു. അപ്പോൾ അവിടുന്ന് മൃഗങ്ങളുടെ കൂട്ടം വരുമ്പോൾ അവനെ ഇട്ടിട്ട് എല്ലാവരും ഓടി. അപ്പം എന്താ സംഭവിച്ചതെന്ന് ഒരു പിടുത്തമില്ല. അപ്പോൾ നേരെ ചെന്ന് നോക്കുമ്പോൾ അവിടെ കുരങ്ങൻ ആ സമയത്ത് കൂടി താക്കോൽ അടിച്ചു മാറ്റിയായിരുന്നു. എന്നിട്ട് അതും വെച്ച് എല്ലാം തുറക്കുക. നീ എൻ്റെ ഇടയിൽ കൂടി ഇതും അടിച്ചു മാറ്റിയോ, നിന്നെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ലാറി പുറകെ ആ കുരങ്ങൻ്റെ പോവുക. അപ്പോൾ അവിടെ രണ്ട് ടീമിൻ്റെ ആൾക്കാർ കൂടി അടിപിടി കൂടിക്കൊണ്ടിരിക്കുക. അപ്പം നേതാക്കന്മാർ തമ്മിൽ അടിപിടി വെക്കുമ്പോൾ നിങ്ങൾ അടിപിടി കൂടിയിട്ട് ഒരു കാര്യമില്ല, ഇവിടെ ആരും ജയിക്കാൻ പോകണമെന്ന് പറയാം. അവരതൊന്നും കേൾക്കാതെ വീണ്ടും അടിപിടി ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുരങ്ങൻ ആ സമയം കൊണ്ട് അവിടുത്തെ ജനൽ തുറന്നിടുക. എന്നിട്ട് ആ കുരങ്ങനെ ഓടുന്ന കാണുമ്പോൾ അത് നേരെ അവരുടെ ഇടയിൽ കൂടി ചാടിയിട്ട് ആ കുരങ്ങൻ്റെ പിന്നിൽ പോകുമ്പോൾ ആ തീ ഉണ്ടാക്കാൻ കൊടുത്ത ലൈറ്ററും വെച്ച് അവർ ദേഹത്ത് മൊത്തം തീയിട്ട് കാണുമ്പോൾ അവിടെ ഒരു ഫയർ എക്സിറ്റർ വെച്ചിട്ട് തീ മൊത്തം അടയ്ക്കും. അപ്പോൾ അവിടെ എന്തൊരു സാധനം മേത്തേക്ക് വരുമ്പോൾ ഇതെന്താന്നൊക്കെ അവർ ടേസ്റ്റ് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെടുകയും കുറച്ച് അവൻ്റെ മുഖത്തേക്ക് വാരി എറിയുകയും ചെയ്തു. അപ്പോൾ അവനിതൊക്കെ കണ്ട് കിളി പോയി ഇരിക്കുക. അപ്പോൾ കുരങ്ങൻ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ആ നേരെ ഓടി ആ കുരങ്ങൻ്റെ അടുത്ത് ട്രാപ്പാക്കിയിട്ട് ആ താക്കോല് താന്നൊക്കെ പറയുക. അത് തരുന്നൊന്നുമില്ല. അപ്പം പെട്ടെന്ന് നമ്മുടെ കുരങ്ങൻ അവനടിക്കുകയും അപ്പം അവനും തിരിച്ചടിക്കും. അപ്പം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക അവർ തമ്മിൽ. അപ്പോൾ ഒരാൾ വന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ തീയുള്ളതായി കാണുമ്പോൾ നേരെ അവൻ ആ ജനലിൽ കൂടി അവൻ ചാടും. എന്നിട്ട് നമ്മുടെ പ്രസിഡന്റ് വരുമ്പോൾ അവർ അടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പം നിർത്തുന്നു, ഈ കുരങ്ങളിൽ നമ്മൾ എല്ലാം വന്നതെന്ന് പറയുമ്പോൾ അവൻ ആ ടവലെടുത്ത് തുറയ്ക്കാൻ പറയും. അപ്പോൾ അവൻ തുടച്ച്. അപ്പോൾ സ്നേഹത്തോടെ അത് താക്കോൽ വയ്ക്കുമ്പോൾ അത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ പറഞ്ഞാലല്ല ഇതെല്ലാം ചെയ്തു, എന്നാൽ നിങ്ങൾ തന്നെ ഇതൊക്കെ നോക്കിക്കൊണ്ട് അത് പറ്റൂല. ഇപ്പം ഈ മ്യൂസിയം വലിയ പ്രശ്നത്തിൽ പോവുക. നീ ഇതെങ്കിലും ചെയ്ത് നിർത്തണമെന്ന് പറയുമ്പോൾ, എന്നാൽ നീ അത് നോക്കാൻ പറയുമ്പോൾ അവിടെ ജനൽ തുറന്നിട്ടേക്കുന്ന കാണുമ്പോൾ അവൻ ഓടിച്ചു നോക്കുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്ന കാണും. അപ്പോൾ സൂര്യനെ ഉദിക്കാനായിട്ട് നിൽക്കുക. അവൻ മ്യൂസിയത്തിൽ കൂടി
പെട്ടെന്ന് ഇങ്ങനെ ഓടിയിട്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോഴേക്കും അത് മണ്ണായിപ്പോയി. അപ്പോൾ നഗരസഭയുടെ വണ്ടി വന്ന് അത് തൂത്തെടുത്തോണ്ട് പോയി. അപ്പോൾ അവന് കിളി പോയി ഇതുപോലെ നിൽക്കുക. അകത്തേക്ക് വരുമ്പോൾ താക്കോലും പിടിച്ച് പ്രസിഡന്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മേടിച്ചിട്ട് നന്ദി പറഞ്ഞിട്ട് നമ്മുടെ ലാറി പോവും. അപ്പോൾ ആ ലാറിയുടെ മകൻ ഫ്രണ്ട്സിനെയും കൂട്ടി ഇത് മ്യൂസിയം കാണാൻ വരിക. അപ്പോൾ ഡയറക്ടർ അവിടെ വിളിച്ചിട്ട് കുറേ വാക്ക് പറഞ്ഞിട്ട് പറ്റൂല്ലെങ്കിൽ ജോലിക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് എല്ലാം തിരിച്ചു മേടിക്കുകയും എനിക്ക് ഒരു ചാൻസും കൂടി താന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നിൻ്റെ അപ്പൻ്റെ ജോലി അല്ലോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി പോവും. അപ്പോൾ നമ്മളെ ലാറി പുറകെ പോയി ഇന്ന് ഒരു ചാൻസും ഒരു രാത്രിയും കൂടി താ, ഇന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കിയാൽ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോന്ന് പറയും. ഓക്കെ എന്നാൽ ഒരു രാത്രിയും കൂടി നോക്കാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചെടുത്തിട്ട് സാധനങ്ങളൊക്കെ തിരിച്ചെടുത്തിട്ട് പോവുക. അപ്പോൾ ആ സമയത്ത് അവൻ്റെ വൈഫ് ഒക്കെ ഉണ്ട്. അപ്പോൾ മകനെ ഒന്ന് ചെന്ന് കാണാൻ പറയുമ്പോൾ ചെന്ന് നോക്കുമ്പോൾ അച്ഛൻ്റെ ജോലി പോയല്ലേ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ജോലിയൊന്നും പോയിട്ടില്ല, നീ വന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, എൻ്റെ ജോലിയൊന്നും ശരിക്കും പോയിട്ടില്ല എന്ന് ഇന്ന് രാത്രി ഞാൻ ജോലിക്ക് പോവും എന്ന് പറയുമ്പോൾ മോൻ വിശ്വസിക്കൂല. എന്നാൽ ഞാൻ നിന്നെ ഒന്ന് ഡ്യൂട്ടി കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ റെഡിയായി അവർ പോവുക. അപ്പം അവൻ ചെന്നിട്ട് നീ എന്താ പോവാത്തതെന്ന് റബേക്കയുടെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് ഈ പെൺകുട്ടിയുടെ അടുത്ത് മൊത്തം പഠിക്കാൻ പറ്റിയിട്ടില്ല, അവൻ ഞാൻ ശ്രമം ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് അത് പോവുക. റബേക്ക പോകുമ്പോൾ അവൻ കുറച്ചു നേരം നിന്ന് ആലോചിച്ചിട്ട് പുറകെ ചെന്നിട്ട് പറയാ നിനക്ക് ഈ പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് ഈ രാത്രി എങ്ങനെ എല്ലാവർക്കും ജീവൻ വെക്കും, അപ്പം നീ വരാൻ പറയുമ്പോൾ റബേക്ക പറയാം നിന്നെ വല്ല ഡോക്ടറിൻ്റെ അടുത്തും ചെന്ന് കാണിക്കണമെന്ന് പറയും. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ റബേക്ക അവിടെ നിന്ന് പോയി. അപ്പോൾ ലാറിക്ക് മനസ്സിലായി ഇനി പറയേണ്ട ഒരു കാര്യമില്ലെന്ന്. അപ്പം മകനെയും കൊണ്ട് വന്നിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഇരിച്ചിട്ട് വാച്ചിൽ കൗണ്ട് കൊടുത്തിട്ട് ഡേ എന്ന് പറഞ്ഞിട്ട് അവൻ കാണിക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. ഡേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങനെ കാണിച്ചിട്ട് സംഭവിക്കാനുള്ള. അപ്പം എന്താ പറയുന്നതെന്ന് നോക്കുമ്പോൾ ഒന്ന് എണീറ്റ് വാടാന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ. അപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല, അതൊക്കെ മെഴുകു പ്രതിമകളെ വരൂലെന്നോ. അപ്പോൾ പ്രസിഡൻ്റ് അടുത്ത് ചെന്നിട്ട് വാന്നൊക്കെ പറയുക. അത് മെഴുകു പ്രതിമകളെ വരൂല എന്നൊക്കെ പറയുമ്പോൾ അതെ, പക്ഷെ രാത്രി ആവുമ്പോൾ ഇതിന് ജീവൻ വെക്കും. അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ സ്വർണ്ണക്കട്ടി ഇരിപ്പുണ്ട്, അത് കാണണമെന്ന് പറയും. എന്നാൽ അതൊന്ന് എനിക്ക് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അത് അവിടെ കാണുന്നില്ല. ഇവിടെയാണ് അത് ഉണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോവുക. അപ്പം ഇവിടെ കാണുന്നില്ല. അപ്പം ഒരു താഴ്ത്തത്തെ നിലയിൽ തിരിച്ച് മകൻ വീട്ടിലേക്ക് പോകുമ്പോൾ പോവല്ലേ എന്ന് പറയുമ്പോൾ താഴ്ത്തത്തെ നിലയിൽ എന്തോ ശബ്ദം കേൾക്കുകയും അപ്പോൾ അവർ നേരെ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ ടാബ്ലറ്റ് ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ആ സ്വർണ്ണക്കട്ടി എടുക്കും. അപ്പം അവർ സെക്യൂരിറ്റി വന്നിട്ട് അത് മര്യാദയ്ക്ക് തിരിച്ചു തന്നെയാണ് നല്ലതെന്ന് പറയുമ്പോൾ ഇവരാ മോഷ്ടിച്ചതെന്ന് നമ്മുടെ ലാറിക്ക് മനസ്സിലായി. അപ്പം ലേറി ഒരു നടുക്കത്തെ പീസ് ചരിഞ്ഞിരിക്കുന്ന കണ്ടിട്ട് നേരെയാക്കാൻ പറയുമ്പോൾ അവർ നേരെ. അപ്പോൾ നമ്മുടെ മകൻ നേരെയാക്കുമ്പോൾ എന്തൊക്കെയോ ഒരു വെട്ടമൊക്കെ വന്നിട്ട് എന്തൊക്കെയോ സംഭവിക്കുമ്പോൾ എല്ലാവർക്കും ജീവൻ വെക്കുക. അപ്പം നമ്മുടെ പ്രായമാർക്കും 3 സെക്യൂരിറ്റിമാർക്കും ജീവൻ എന്തോ വെച്ചിട്ടുണ്ട്, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അതും കൊണ്ട് ഓടാൻ പറയുമ്പോൾ അവരവനെ ഇടിച്ചിട്ട് പഞ്ചറാക്കിയിട്ട് അവിടെ ഇട്ട് ഈ രാത്രിയിൽ ഇവർക്ക് ജീവൻ വെക്കുന്ന പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ യൗവനം തിരിച്ചു കിട്ടുമെന്ന് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അവർ ആ മകനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുവാണ്. അപ്പോൾ നമ്മുടെ അത് മമ്മിയുള്ള റൂമിലേക്ക് ചെല്ലുമ്പോൾ അവരതൊന്ന് പിടിച്ചിട്ട് ഇത് മേടിക്കും. അപ്പോൾ ലാറി ഓടി വന്നിട്ട് വരുമ്പോൾ തന്നെ അവൻ്റെ താക്കോലെടുത്തിട്ട് അവനെ അടിച്ചിടുകയും പിന്നെ അവനെ റൂമിൽ 2 പേരെയും പൂട്ടിയിട്ടിട്ട് ആ താക്കോല് കുരങ്ങൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോയി. അപ്പോൾ കുരങ്ങനെ ആ സമയം കൊണ്ട് ഡോറൊക്കെ തുറന്നിട്ടിട്ട് എല്ലാ മൃഗങ്ങളെയും തുറന്നിട്ടേക്കുക.
അപ്പോൾ അമേരിക്കയുടെ പ്രസിഡൻറ്റിനെ വിളിച്ച് നോക്കുമ്പോൾ അവൻ വരികയും ഞങ്ങളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറയുമ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല, നിന്നെ കൊണ്ട് മാത്രം ഇത് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമേരിക്കയുടെ പ്രസിഡൻറ്റ് പോയി. അപ്പോൾ അവിടെ ഇരുന്ന കാവൽക്കാരൊക്കെ അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് അടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ മമ്മി അവിടെ തുറക്കാൻ ശ്രമിക്കുന്നതിൻ്റെ അവിടെ ലേറിക്ക് ഒരു ഐഡിയ തോന്നി. ആ മുകളിലുള്ള കല്ല് മാറ്റുമ്പോഴേക്കും മമ്മി ഒറ്റയടിക്ക് ആ സാധനം തെറിപ്പിച്ചളയും ചെയ്തു. എന്നിട്ട് മമ്മി അടിച്ച് എണീക്കുമ്പോൾ ഞാനാണ് നിന്നെ ഇവിടെ നിന്ന് തുറന്നു വിട്ടാൽ, അതുകൊണ്ട് ഇവൻ്റെ അടുത്തൊന്ന് അടങ്ങാൻ പറയുമെന്ന് ചെയ്യും. അപ്പോൾ നമ്മുടെ മമ്മി ആങ്ങി അടക്കുമ്പോൾ അവർ അടങ്ങുകയും ചെയ്തു. എന്നിട്ട് ഈ മമ്മി നേരെ തിരിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് മൂടി അത് മൊത്തം അയക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു രാജാവാണ് ഇരിക്കുന്നത്. ഞാൻ രാജാവാന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുത്തെ നൈറ്റ് ഡ്യൂട്ടിക്ക് വന്ന ആളാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലേറി പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പോൾ എനിക്ക് ആ സ്വർണ്ണക്കട്ടി ഒന്ന് തന്നായിരുന്നെങ്കിൽ എൻ്റെ രാജ്യം വീണ്ടെടുക്കാമെന്ന് നമ്മുടെ രാജാവ് പറയുമ്പോൾ അതെനിക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റൂല. അത് മുമ്പ് ഇവിടെ ജോലി ചെയ്യുന്ന 3 സെക്യൂരിറ്റിമാർ അടിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ അവിടുത്തെ ഡോറൊക്കെ അടിച്ച് തെറിപ്പിച്ചിട്ട് അവർ പോകുമ്പോൾ ഭയങ്കര യുദ്ധമാണ്. അപ്പോൾ മറ്റൊരു അവന് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊല്ലാൻ വരുമ്പോൾ എനിക്ക് ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അലറിക്കൊണ്ട് 2 പേരും വന്നിട്ട് അവിടെ നിൽക്കുക. അലറിക്കൊണ്ട് നിന്നിട്ട് നിൽക്ക് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് നമസ്കാരമൊക്കെ പറയും. എന്നിട്ട് അവർ കുറേ നേരം സംസാരിച്ചിരിക്കുക. അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് അവരാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് നിർത്ത്, ഈ അടിപിടിയൊക്കെ നിർത്താൻ പറയുമ്പോൾ കേൾക്കില്ല. അപ്പോൾ എല്ലാവരും അടിപിടിക്കൊണ്ടിരിക്കുമ്പോൾ ഈസ്റ്റർ ഐലൻഡ് പെട്ടെന്ന് ഭയങ്കര ഒച്ചത്തിൽ നിർത്താൻ പറയുമ്പോൾ എല്ലാവരും സൈലൻ്റ് ആവുകയും ചെയ്തു. ഇപ്പം നമുക്ക് ശത്രുതയൊന്നും ചെയ്യേണ്ട സമയമല്ല. ഇത് ആഗ്വിൻ്റെ രാജാവാണ്. ഈ രാജാവിൻ്റെ ആ സ്വർണ്ണക്കട്ടി ഒരാളെ 3 പേര് അടിച്ചുകൊണ്ട് പോയെന്ന് പറയും. ആ സ്വർണ്ണക്കട്ടി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എപ്പോഴും ജീവനോടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാവരും അതുകൊണ്ട് പിടിക്കണം, ശത്രുതയൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും റെഡിയാണോ എന്ന് പറയുമ്പോൾ ആന്ന് എല്ലാവരും പറയും. ഒച്ചത്തിൽ പറയുമ്പോൾ എല്ലാവരും ഒച്ചത്തിൽ പറയുകയും ചെയ്തു. അപ്പോൾ ഈ ഒച്ചത്തിൽ തന്നെ അവരെ പോയി പിടിക്കാൻ പറയുകയും ചെയ്തു. എന്നിട്ട് സ്വർണ്ണക്കട്ടി തിരിച്ചുകൊണ്ടവരും വരുമ്പോൾ ആ ചെറിയ മനുഷ്യർ അവിടെ പോയിട്ട് ടയറിൻ്റെ ആ കാറില്ലേ അവരെ പോണ ആ ടയറിൻ്റെ കാറ്റ് തുറന്നു വിടുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് കാറ്റ് തുറന്നു വിടുമ്പോൾ കുറച്ച് പേരൊക്കെ തെറിച്ചുകൊണ്ട് പിന്നെ അവർ 2 പേരും കൂടി ഇങ്ങനെ തുറന്നിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സെക്യൂരിറ്റീനെ എല്ലാവരും പിടിക്കുകയും അവിടെ വേറൊരു സെക്യൂരിറ്റീനെ വേറെ ആൾക്കാർ പിടിക്കുകയും ചെയ്തു. എന്നിട്ട് അവർ 2 പേരെ അവിടെ കെട്ടിയിട്ടേക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റവരെയും പോയി പിടിക്കാമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അവിടെ ആരെയും കാണാത്തതുകൊണ്ട് ഇതൊക്കെ തുറന്നു നോക്കും. അപ്പോൾ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ആ പഞ്ചറായ വണ്ടിയും കൊണ്ട് പോകും. അപ്പോൾ അവൻ പോയെന്ന് പറയുമ്പോൾ അതിനൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ അടിച്ച് തന്നിട്ട് മാറാൻ പറയുകയും ചെയ്തിട്ട് ചില്ല് മൊത്തം അടിച്ചൊട്ടിക്കും. നീ വഴികാട്ടിയാന്നറിയാം, ഒരാൾ വണ്ടി എങ്ങോട്ടാ പോയെന്ന് പറയണമെന്ന് പറയുമ്പോൾ റിസർച്ചൊക്കെ ചെയ്തിട്ട് ആ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് പോയെന്ന് പറയുമ്പോൾ ഒരു കുതിരവണ്ടിയിൽ നിന്ന് ആ സെക്യൂരിറ്റി വന്ന് അവിടെ നേർക്ക് വരുമ്പോൾ നമ്മൾ പ്രസിഡൻറ്റ് അവിടെ രക്ഷിക്കും. അപ്പോൾ അവിടെ നോക്കുമ്പോൾ മൊത്തം 2 ആയിട്ട് പിളർന്നിരിക്കുക നമ്മുടെ പ്രസിഡൻറ്റ്. കുഴപ്പമില്ല, ഞാൻ മൃഗപരമല്ലേ, നീ അവനെ പോയി പിടിക്കാൻ പറയുമ്പോൾ എന്നാൽ കുതിര എടുക്കുവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാറി പുറകെ പോയി അവൻ്റെ അടുത്ത് എത്തിയിട്ട് അത് തരാൻ പറയുമ്പോൾ ഇല്ല, ഇത് തരില്ല എന്ന് പറയും. അപ്പോൾ മര്യാദയ്ക്ക് തന്നോളാൻ പറയുമ്പോൾ ഒന്നും കേൾക്കാത്തതുകൊണ്ട് മുന്നിൽ റെക്സി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവൻ നിൽക്കുകയും അവൻ നേരെ തെറിച്ച് മുന്നിലേക്ക് പോയി വീഴുമ്പോൾ ടാബ്ലറ്റും തെറിച്ച് പോയി. അപ്പോൾ നമ്മളെ സെക്യൂരിറ്റി അടക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ലാറി വന്ന് അതെടുക്കും. നമ്മുടെ ജീവിതം ആർക്കും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് എൻ്റെ അടുത്ത് കൊണ്ടുപോയി കെട്ടി വെക്കാൻ പറയുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ
അവർ കെട്ടിവെക്കാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോൾ ഇവരെയൊക്കെ സന്ധ്യ ആവുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് മ്യൂസിയത്തിൽ ചെല്ലാൻ പറഞ്ഞിട്ട് അതിന് നീ സഹായിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് പിന്നെ രാജാവിൻ്റെ അടുത്ത് ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ എന്തോ മന്ത്രം ചെല്ലുമ്പോൾ തന്നെ എന്തൊക്കെയോ സംഭവിച്ചിട്ട് അവർ എല്ലാം തിരിച്ചു പോകും. അപ്പോൾ റെബേക്കയുടെ അടുത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയും. അപ്പോൾ അപ്പോൾ അവിടെ കട്ട് ചെയ്തിട്ട് നമ്മുടെ പ്രസിഡൻറ്റിനെ, അപ്പോൾ നമ്മുടെ ആ പെൺകുട്ടി അത് മെഴുകി ഉരുക്കിയിട്ട് അത് യോജിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ റെബേക്ക വന്ന് നോക്കുമ്പോൾ അവിടെ എല്ലാ മൃഗങ്ങളും ജീവനോടെ പോകുന്ന കാണുമ്പോൾ ഞെട്ടിപ്പോയി. അപ്പോൾ നമ്മുടെ പ്രസിഡൻ്റൊക്കെ വരുമ്പോൾ സന്തോഷമില്ല അവർക്ക്. അപ്പോൾ എല്ലാവരെയും പേര് വിളിച്ചാണ് അകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ പെൺകുട്ടീനൊക്കെ കാണുമ്പോൾ നമ്മുടെ റെബേക്കിന് കിളി ചോദിക്കുക. അപ്പോൾ നിനക്ക് എന്താണോ വേണ്ട ചോദിക്കേണ്ട അതൊക്കെ ചോദിച്ചോളാന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അവർ പോയി എല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പേര് വിളിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും കയറ്റി. അപ്പോൾ സദ്യയായി എല്ലാവരും അവരുടെ പ്ലേസിൽ പോയി സ്റ്റാച്ചു ആവുകയും ചെയ്തു. അപ്പോൾ അവിടെ മൊത്തം അലവലാതിയൊക്കെ ആയിട്ട് കിടക്കുക. അപ്പോൾ ടി വിയിൽ ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ വാർത്തയിൽ വരികയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ നിൻ്റെ അറിവോടെ ചെയ്തതെന്ന് നമ്മുടെ പ്രൊഡ്യൂസറൊക്കെ ചോദിക്കുമ്പോൾ അതേന്ന് നമ്മളെല്ലാവരും ഇറങ്ങിയിട്ട് എന്നാൽ എല്ലാം തന്നിട്ട് ജോലി മതിയാക്കി പോയിക്കോളാൻ പറയുകയും ചെയ്തു. അപ്പോൾ അവന് വന്നിട്ട് നോക്കുമ്പോൾ കുറേ പേരിങ്ങനെ ഇരിക്കുക. അപ്പോൾ അത് കണ്ടിട്ട് എന്നാൽ നീ ജോലി ചെയ്തോളാൻ പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ ലേറി അവർക്ക് ഡാൻസും പാട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ലൈറ്റും സൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ അവർ സെറ്റ് ഇതൊന്നും ഇല്ലാതെ ഭയങ്കര ഫ്രണ്ട്സാണ്. ഇതോടെ ഈ പടം അവസാനിച്ച്. ഈ പടം ഇഷ്ടമായ എല്ലാവർക്കും കമൻറ്റ് ചെയ്യണം. ബൈ.